ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിനിയേച്ചർ ചെണ്ടയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഗൈസ് ഈ ചെണ്ട നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് PVC പൈപ്പ്, ഫോം ഷീറ്റ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഗൈസ് നമ്മൾ ഈ ചെണ്ട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കാം ഗൈസ്. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിനിയേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും നമ്മളത് നോക്കിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പം നമുക്ക് ഈ ചെണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ അതിന് ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന PVC പൈപ്പാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു PVC പൈപ്പാണ് ആദ്യം നമുക്ക് ആവശ്യമുള്ളത്. അടുത്തായി നമ്മൾ ഈ PVC പൈപ്പിൻ്റെ ഒരു ശകലം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഏകദേശം ഒരു 4 സെൻറ്റിമീറ്ററോളം മതിയായിരിക്കും. നമുക്ക് വേണ്ടതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ പീസ് പെയിൻറ്റ് ചെയ്തെടുക്കുക ഗൈസ്. ഇപ്പോൾ നമ്മൾ ചെണ്ടയുടെ ഏത് നിറമാണോ നിങ്ങൾ അടിക്കുന്നത് ആ ഒരു നിറം നിങ്ങൾ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ ചെറിയൊരു ബ്രൗൺ നിറം വരുന്ന ഒരു കളറാണിത്. അപ്പോൾ അത് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക ഗൈസ്. ഗൈസ്, ഇപ്പോൾ ഇത് നമ്മൾ പെയിൻ്റ് അടിച്ച് ഇതുപോലെ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഫോം ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫോം ഷീറ്റിൽ 2 റൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആ റൗണ്ടിൽ ഈ നമ്മൾ നേരത്തെ ആ PVC പൈപ്പ് ഉണ്ടല്ലോ, ആ PVC പൈപ്പിൻ്റെ കുറച്ച് വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ റൗണ്ട് വരച്ചെടുക്കാൻ വേണ്ടി. നമ്മൾ ആ ചെണ്ട അടിക്കുന്ന ഒരു ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ റൗണ്ട് വരച്ചെടുത്ത പീസ് 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 റൗണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 പീസും ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ആ പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇത് ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടുക. അപ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്ത ഭാഗം നമ്മൾ സാൻഡ് പേപ്പർ വെച്ചൊന്ന് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കേണ്ടതാണ്. ഒരു വളഞ്ഞ രീതി കിട്ടാൻ വേണ്ടിയാണ് ഗൈസ് താഴോട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിടുക ആദ്യം തന്നെ ഗൈസ്. അപ്പോൾ നമ്മൾ ആ പീസിൻ്റെ ചുറ്റും ഇതേപോലെ തന്നെ കട്ട് ചെയ്യണം ഗൈസ്. ചെറിയ രീതിയിൽ കട്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത പീസിൻ്റെ അവിടെ ഈ സാൻഡ് പേപ്പർ വെച്ചൊന്ന് ഉരച്ച് കൊടുക്കുക ഗൈസ്. അപ്പോൾ ആ ഒരു താഴോട്ടുള്ള രീതി വളഞ്ഞ് കിട്ടുക. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആ ഒരു ചെണ്ട അടിക്കുന്നതിൻ്റെ ഭാഗത്തിൻ്റെ ആ ഒരു ലുക്കാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക ഗൈസ്. അങ്ങനെ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ അത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഇതേപോലെയാണ് ഇരിക്കുന്നതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ചെണ്ടയുടെ അടിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തായി നമ്മൾ ഫോം ഷീറ്റ് ഇതുപോലെ നീളത്തിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കിച്ച റൗണ്ട് ഭാഗം എടുത്തിട്ട് ഈ ഫോം ഷീറ്റിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഗൈസ്. നമ്മളത് കറക്റ്റാക്കി കട്ടൊക്കെ ചെയ്ത ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഒരു ഇങ്ങനെ താന്ന് നിൽക്കുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി ഗൈസ്. നമ്മൾ ആ റൗണ്ട് പീസിൻ്റെ ചുറ്റും ഈ ഒരു ഫോം ഷീറ്റ് ഒട്ടിച്ചെടുക്കണം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്.
അപ്പോൾ നമ്മൾ ഇതുപോലത്തെ 2 പീസ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുത്തത് നമ്മൾ നേരത്തെ എടുത്ത ആ PVC പൈപ്പിൻ്റെ ഒരു ചെറിയ കട്ടിയെടുത്തിരുന്നു. അപ്പോൾ അതിലൊന്ന് വെച്ച് നോക്കണം. നമ്മൾ ആ പീസ് എടുത്തിട്ട് അതിൻ്റെ ഒന്ന് 2 സൈഡിലൊക്കെ ഒന്ന് വെച്ച് നോക്കുക. കറക്റ്റ് അളവാണോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ലുക്കൊക്കെ എനിക്ക് മനസ്സിലാകും കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഗൈസ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഗൈസ്. ഈ 2 പീസും ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അകത്ത് വൈറ്റും അതുപോലെ തന്നെ പുറത്ത് ബ്ലാക്കുമാണ് ഗൈസ് അടിച്ചിരിക്കുന്നത്. അടിഭാഗത്തും ഇച്ചിരി അടിച്ചിട്ടുണ്ട് ഗൈസ്, നടുക്കൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കേണ്ടത്. അതുപോലെ 2 പീസും നമ്മൾ പെയിൻ്റ് അടിച്ച് അടിപൊളിയാക്കി ഉണക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന് ഹോൾ ഇടണം. അപ്പോൾ നമ്മൾ മൊത്തം 12 ഹോളാണ് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഹോൾ ഇട്ടിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഹോൾ ഇട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഹോൾ ഇട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് മൊത്തം 12 ഹോൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഒരെണ്ണത്തിൽ 12 ഹോൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 പീസിനും 12 ഹോളാണ് ഇട്ട് എടുക്കേണ്ടത് ഗൈസ് നമ്മൾ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ആ നേരത്തെ ഉണ്ടാക്കി വെച്ച PVC പൈപ്പിൻ്റെ ചെറിയ പീസ് എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു റൗണ്ട് പീസ് ഉണ്ടല്ലോ, അതൊന്ന് വെച്ച് അതിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഗൈസ്. നമ്മൾ 2 സൈഡിലെ പീസും വെച്ച് നമ്മുടെ അളവും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ഗൈസ്. അതിന് ശേഷം നമ്മൾ ഒട്ടിക്കാൻ പാടുള്ളൂ. നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ കറക്റ്റായിട്ട് തന്നെ നേരെ വെച്ച് നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യുമ്പോൾ ഇതിന് കയറ് കെട്ടണം ഗൈസ് അതിൻ്റെ ചുറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കയറാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ ചെറിയ കുഞ്ഞ് കയറാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കയറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കെട്ടാനും എളുപ്പമായിരിക്കും. നമ്മളിട്ട് ആ ഹോളിൽ കൂടെയൊക്കെ കയറ്റാനൊക്കെ നല്ല എളുപ്പത്തിൽ കയറ്റാനൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കുഞ്ഞ് കയറെടുത്തിരിക്കുന്നത്. നമ്മളെ കയറെടുത്തതിന് ശേഷം അറ്റത്തൊരു കെട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഒരു ഹോളിൽ കൂടെ കയറ്റി താഴോട്ട് ഇടുക. അപ്പം അതവിടെ കെട്ടിട്ടുകൊണ്ട് തന്നെ അവിടെ കുടുങ്ങി നിന്നോളും. നമ്മൾ ഈ കയറ് നേരത്തെ ഇട്ട ഹോളിൻ്റെ ഏറ്റവും അടിയിലത്തെ ഹോളിലല്ല, അതിൻ്റെ അപ്പുറത്തെ ഹോളിൽ കൂടെ വേണം തിരിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അത് അകത്തൂടെ അല്ല, അതിൻ്റെ വെളിയിൽ കൂടെ വേണം. ഇത് ഈ വീഡിയോ കാണുന്ന പോലെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അത് നേരെ മുകളിലേക്ക് പഠിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ വെളിയിൽ കൂടെ തന്നെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ നോക്കി ചെയ്താൽ മതി. പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് അങ്ങനെ ഫുള്ള് ചുറ്റി എടുക്കണം ഗൈസ്, ചുറ്റും എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫുള്ള് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ ചെണ്ടയുടെ ചുറ്റും നമ്മൾ ഇതേപോലെ കയറ് കെട്ടിയെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെണ്ടയുടെ ലുക്ക് വരുന്നത് ഗൈസ്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചെണ്ടയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന ഈ കയറൊക്കെ അടുത്ത് വരുന്ന സ്ഥലത്ത് ഒരു സംഭവം കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇതുപോലത്തെ നൂലാണ് ഗൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലത്തെ നൂല് നീളത്തിയെടുത്ത് ഇങ്ങനെ 5-6 തവണ ഇങ്ങനെ ചുറ്റി എടുത്താണ് ഗൈസ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. കുറച്ച് കട്ടിക്ക് കിട്ടും. ഇനി നമ്മളിത് ഒരു ചെണ്ടയുടെ ഈ 2 കയർ അട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആയിട്ട് നമ്മളിത് അകത്തൂടെ കയറ്റി ചുറ്റി കൊടുക്കണം ഗൈസ്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇത് ഇതേപോലെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഒന്ന് കയറ്റി ഒന്ന് കെട്ടിട്ടോ അല്ലെങ്കിൽ ഒട്ടിച്ചോ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി ചുറ്റി എടുക്കേണ്ടതാണ് ഗൈസ്. അപ്പോൾ നിങ്ങളത് കാണുക ഗൈസ്, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു കനത്തിൽ കെട്ടിയാൽ മതിയായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് 2-3 എണ്ണം കെട്ടിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2-3 എണ്ണം കെട്ടിയിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് ഗൈസ്. നമ്മളിപ്പോൾ 3 എണ്ണം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കെട്ടേണ്ടത്. ഇത് നേരെ കെട്ടല്, ഒരെണ്ണം കെട്ടിയിട്ട് കുറച്ച് താത്തിയോ പൊക്കിയോ വേണം നമ്മൾ അടുത്ത് കെട്ടാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ചുറ്റും കെട്ടിയെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മളതിൻ്റെ ചുറ്റും കെട്ടിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളതിൻ്റെ ചുറ്റും കെട്ടിയെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിങ്ങനെയാണ് ഗൈസ്. നമ്മൾ ഒരെണ്ണം പൊക്കിയാണെങ്കിൽ അടുത്ത് താത്തിയാണ് കെട്ടിയിരിക്കുന്നത്. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടോ കെട്ടരുത്.
ചുറ്റും നേരെ കൊണ്ട് കെട്ടി വെക്കല്. ഒന്ന് പൊക്കിയോ താത്തിയോ അങ്ങനെയൊക്കെ വേണം നമ്മൾ കെട്ടി വെക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളത് കെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് കോല് വേണം ഗൈസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇതുപോലത്തെ ഒരു മരക്കഷ്ണം എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ചെത്തിയാണ് നമ്മൾ കോല ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. നമ്മളെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളിത് ചെത്തി ഇത്ര കുഞ്ഞു പീസായിട്ട് ചെത്തി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചെത്തി വന്നപ്പോൾ ചെറുതായിട്ട് ഒടിഞ്ഞു പോയി. അത് നമ്മൾ ഒട്ടിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മുടെ ചെണ്ടയും നമ്മുടെ കോലും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ, നമ്മുടെ ചെണ്ടയും കോലും ഉണ്ടാക്കുന്നതിൻ്റെ. ഈ വീഡിയോ എങ്ങനെയുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ് ചെയ്ത് വെക്കുക ഗൈസ്. നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇനിയും വരാറുണ്ട്. മിനിയേച്ചർ ഉണ്ടാക്കുന്നതായാലും അതുപോലെ ടെക് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഗൈസ്, അവർക്ക് ഉപകാരപ്പെടട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്തിനൊക്കെ മിനിയേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം നിങ്ങൾ കമൻറ്റ് ഗൈസ്, നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്യുക ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. അതുവരേക്കും ബൈ. Can't be afraid to leave this out. We got this far, don't know how.